Welcome to RK's Stories. ബിസിനസ്മാൻ അവസാന ഭാഗം. അമ്മയോട് സംസാരിച്ചതിന് ശേഷം സഹദേവൻ സാർ എന്നോട് സംസാരിച്ച പ്രായമായ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ തിരിഞ്ഞു. ഇവിടെ ഉണ്ടായ ഈ സംഭവത്തിന് പിന്നിൽ എന്താ കാരണമെന്ന് കിട്ടിയായിരുന്നോ? സർ, ഇവരുടെ ഹോസ്പിറ്റലിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞുപോയ ഒരു ഡോക്ടർ മിസ് ഹാസിനി ഇന്ന് കാലത്ത് ഇവിടെ വന്നിരുന്നു. അവർക്ക് ഡോക്ടറുടെ വൈഫിനോട് വ്യക്തിപരമായ വിരോധമുണ്ട്. അവരായിരിക്കാനാണ് സാധ്യത. നിങ്ങളിപ്പോ ഡോക്ടറുടെ വൈഫിനെ എങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു? സർ, അത് മാഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അതിനുവേണ്ടി. അത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചോദിച്ചാ പോരെ? ആ ഹാസിനി എന്ന സ്ത്രീയെ കണ്ടുകിട്ടിയോ? ഇല്ല സർ, അന്വേഷിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ആദ്യം അവരെ കണ്ടുപിടിക്കൂ. അല്ലാതെ സൊസൈറ്റിയിൽ മാന്യമായി ജീവിക്കുന്നവരുടെ നേരെ കുതിരയേറുകയല്ല വേണ്ടത്. സഹദേവൻ സാറിന്റെ ശബ്ദമുയർന്നതോടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നിലേക്ക് മാറി സഹായത്തിനായി SP നോക്കി. സർ, റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും ഒക്കെ അന്വേഷിക്കാൻ ഓർഡർ പോയിട്ടുണ്ട്. പുറത്ത് കാത്തു നിൽക്കുന്ന മാധ്യമങ്ങളുടെ അടുത്തും ഞാൻ ഈ ഒരു കാര്യം മാത്രമായിരിക്കും പറയുന്നത്. പക്ഷെ ആ ഡോക്ടറുടെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ പ്രതികരണങ്ങളും ആ രീതിയിൽ തന്നെ മതി. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ ഇൻസിഡന്റിൽ കുഴപ്പമൊന്നും സംഭവിക്കാതിരുന്ന കുറച്ച് ആൾക്കാരും ബാക്കിയുണ്ട് ഇവിടെ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എല്ലാവരെയും ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പുറത്താക്കണം. കേട്ടല്ലോ? യെസ് സാർ. SP തലയാട്ടി. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിഞ്ഞത്. ഒരുപക്ഷെ അവർ മനഃപൂർവ്വം ഈ സ്ഥാപനത്തിന്റെ പേര് മോശമാക്കാൻ വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചതാകാം. അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. നാളെ നേരം വെളുക്കും മുമ്പ് ഇതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കണം. മനസ്സിലായല്ലോ? യെസ് സാർ. അദ്ദേഹം വീണ്ടും ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ? ഇപ്പോഴും തല ആട്ടിയതേയുള്ളൂ. എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് തലച്ചോറ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്തതുപോലെ. അപ്പോഴേക്കും പുറത്തേക്ക് പോയ വിഷ്ണു ഓടിക്കിതച്ചകത്തേക്കെത്തി. സർ, ഡോക്ടർ ഹാസിനി എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിഷ്ണു വിളിച്ചു പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവന് നേരെയായി. അവർ എയർപോർട്ടിലുണ്ട്. ഇതാരാ? മന്ത്രിയുടെ ചോദ്യം അമ്മയോടായിരുന്നു. ഏട്ടന്റെ മകനാണ് വിഷ്ണു. പറയൂ വിഷ്ണു, എങ്ങനെ കണ്ടുപിടിച്ചു? ഞാനല്ല, ഷംസുവിന്റെ ആൾക്കാരെ കണ്ടുപിടിച്ചത്. ഷംസുവോ? അതാര്? സഹദേവൻ സാറിന്റെ നെറ്റ് ചുളിയുന്നത് കണ്ടു. സർ, അവനൊരു ഗാങ്സ്റ്ററാണ്. ഇവിടെ പുറത്തു നിൽപ്പുണ്ട്. പ്രായമായ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കേട്ട് സദാശിവൻ സാർ അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. കൊള്ളാം. പോലീസുകാർ കണ്ടുപിടിക്കേണ്ട കാര്യം ഒരു ഗുണ്ട കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ നോട്ടം SP നേരെയായി. എന്താടോ ഇത്? സോറി സാർ. സദാശിവൻ സാർ ഇരുത്തിയൊന്ന് മൂളി. വിഷ്ണു, താൻ അയാളെ ഇങ്ങോട്ട് വിളിക്കൂ. ശരി സാർ. വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി. ഷംസുവിനെ വിളിക്കാൻ പറഞ്ഞത് ആ പ്രായമായ ഉദ്യോഗസ്ഥന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അയാൾ മുന്നോട്ട് കയറി. സർ, പുറത്ത് മാധ്യമങ്ങൾ നിൽപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ പുരികങ്ങൾ വീണ്ടും ചുളിഞ്ഞു. അതിന്? അല്ല സാർ, ഒരു ഗുണ്ടാ നേതാവിനെ ചീഫ് മിനിസ്റ്റർ വിളിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഓഹോ, എനിക്ക് ചീത്തപ്പേരുണ്ടാകുമെന്ന് അല്ലേ? അതോർത്ത് താൻ തലപോയിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. വിഷ്ണു ഷംസുവിനെയും കൂട്ടി അകത്തേക്ക് വന്നു. ഷംസു സദാശിവൻ സാറിന്റെ മുന്നിൽ കൈയൊക്കെ പിണച്ചു കെട്ടി പഞ്ചപുച്ചമടക്കി നിൽപ്പുണ്ട്. ഡോ, കൂടുതൽ ബഹുമാനമൊന്നും വേണ്ട. ഓ ശരി സാർ. കൈയിന്റെ കെട്ടഴിച്ച് ഷംസു നേരെ നിന്നു. ഷംസുവും കൊള്ളാം, മന്ത്രിയും കൊള്ളാം. രണ്ടും തമ്മിൽ ചേരുമെന്ന് തോന്നുന്നു. ഇയാളുടെ ആൾക്കാരാണോ ആ ഡോക്ടർ ഹാസിനി എയർപോർട്ടിലുണ്ടെന്ന് അറിയിച്ചത്? ആ സാറേ, നമ്മുടെ ആൾക്കാർ എല്ലാ സ്ഥലത്തുണ്ട്. എയർപോർട്ടിൽ വരണ്ട്. അതിനോട് കാര്യം അറിയിച്ചത്. സദാശിവൻ സാർ SP നേരെ തിരിഞ്ഞു. മിസ്റ്റർ വെങ്കടേഷ്, നിങ്ങളുടെ ആൾക്കാരെ വിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. എന്തിന്? നമ്മുടെ പിള്ളേർ അവളെ പൊക്കിക്കഴിഞ്ഞു സാറേ. ഡോക്ടറെ നമ്മുടെ ചങ്ക അങ്ങേർക്കിട്ട് പണിതിട്ട് അവൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ സമ്മതിക്കൂ സാറേ.
അവളെ എങ്ങോട്ടോ കൊണ്ടുവരണമെന്ന് സാറ് പറഞ്ഞാ മതി. നമ്മുടെ പിള്ളേരവിടെ എത്തിക്കും. സദാശിവൻ സാർ ചിരി ഒതുക്കിക്കൊണ്ട് എസ് പിക്ക് നേരെ തിരിഞ്ഞു. ഓഫീസിലേക്ക് കൊണ്ടുവന്നാൽ മതി. വെങ്കടേഷ് സാർ ഷംസുവിനോടാണ് അത് പറഞ്ഞത്. SP ഓഫീസ് എവിടെയാണെന്ന് അറിയാലോ അല്ലേ? നമ്മക്കറിയാത്ത SP ഓഫീസാ? ഫോൺ എടുക്കുന്നതിനിടയിൽ ഷംസു പറഞ്ഞത് കേട്ട് എന്റെ അടുത്തു നിന്നിരുന്ന പോലീസ് ഓഫീസർ പല്ലു ഞെരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. സദാശിവൻ സാറിനൊപ്പം പോലീസ് ഓഫീസേഴ്സും പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പതിയെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഈ സദാശിവൻ സാർ എന്താ ഇവിടെ? മോൾക്കറിയില്ലേ അത്? അൺഒഫീഷ്യലായിട്ട് പുള്ളി സ്നേഹാലയത്തിന്റെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉള്ളതാ. ഒരു തരത്തിൽ പറഞ്ഞ ഇതിന്റെ രക്ഷാധികാരി. റെക്കോർഡുകളിലൊക്കെ ഇല്ലെന്നേ ഉള്ളൂ. ആ രൂട്ടൻ കുറെ നാൾ പുറകെ നടന്നിട്ടാ അങ്ങേര് സമ്മതിച്ചത് തന്നെ. പിന്നെ ഒരിക്കൽ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളും മറ്റും കണ്ടപ്പോ പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവനുമായിട്ട് ഇങ്ങേര് നല്ല കൂട്ടാ. ഇങ്ങേര് മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VP ഗിരീഷ് സാറും ഇതിന്റെ അഡ്വൈസറി കമ്മിറ്റിയിലുണ്ട്. ഷെടാ ബിസിനസ്സുകാരാ! എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. തലപ്പത്തുള്ള എല്ലാവരെയും കൂടെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായപ്പോ സാറ് സ്ഥലത്തില്ല എന്ന് പറഞ്ഞത് അപ്പോ ഇങ്ങേരെ കുറിച്ചായിരിക്കും. എന്തായാലും കൊള്ളാം. ചിന്തിച്ചു നിൽക്കുന്നതിനിടയിൽ അമ്മാവൻ വിളിച്ചതോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത ശേഷം സദാശിവൻ സാർ ഇന്നോവയിലേക്ക് കയറിയിരുന്നു. പോലീസുകാർ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞങ്ങളെയും കയറ്റി വിഷ്ണു കാറ് മുന്നോട്ടെടുത്തു. സൈറൺ മുഴക്കി പാഞ്ഞ വാഹനങ്ങൾക്ക് പിന്നാലെ വിഷ്ണു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാ സമാധാനമായത്. ആർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സദാശിവൻ സാർ പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കി സ്നേഹാലയത്തിന്റെ സൽപ്പേര് കളയാനുള്ള ഒരു ശ്രമം. സദാശിവൻ സാറിനൊപ്പമാണ് മുകളിലത്തെ നിലയിൽ കിടത്തിയിരുന്ന സ്നേഹാലയത്തിലെ അന്തേവാസികളെ കാണാൻ ചെന്നത്. ഡോക്ടറും ഗോപിയച്ചനും അവിടെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടതോടെ പിള്ളേരും കട്ടിലുകളിൽ എഴുന്നേറ്റിരിപ്പുണ്ട്. എന്റെ കയ്യിൽ നിന്നും വന്ന പ്രശ്നമാണെന്ന് ഡോക്ടർ അറിഞ്ഞെന്ന് തോന്നുന്നു. നോക്കുമ്പോ ആ മുഖം ഒരു കൊട്ടയോളം ഉണ്ട്. രണ്ട് കിട്ടിയാലും കുഴപ്പമില്ല, തെറ്റ് പറ്റിയിട്ടല്ലേ. സദാശിവൻ സാർ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ശ്രീദേവിയുടെ കാര്യം ഗോപിയച്ചനോടാ ചോദിച്ചത്. അവൾക്കല്പം പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ട്. എങ്കിലും ICUയിൽ കിടത്തിയേക്കുവാ. അവൾക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട് മോളെ. കുറച്ചു പ്രാവശ്യം ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോ അല്പം പ്രശ്നമായി. അതുകൊണ്ട് ICUയിലാക്കിയതാ. മോൾക്ക് കാണണോ? തലയാട്ടി. ഗോപിയച്ചൻ പറഞ്ഞേൽപ്പിച്ച ഒരു നേഴ്സിനൊപ്പം ICUയിൽ കയറി ശ്രീദേവിയെ കണ്ടു. പാവം, തളർന്നൊടിഞ്ഞ് കിടപ്പുണ്ട്. IV ബോട്ടിൽ നിന്നും മരുന്ന് തുള്ളി തുള്ളിയായി അവളുടെ കയ്യിലേക്ക് കയറുന്നത് നോക്കി നിൽക്കെ കണ്ണൊന്നും നനഞ്ഞു. കുറച്ചു നാളുകൾ കൊണ്ട് അവിടെയുള്ളവരെല്ലാം സ്വന്തം പോലെ ആയതാ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നേ ഒരിക്കലും സ്വയം പൊറുക്കാൻ കഴിയാതെ പോയനെ. എന്നും പ്രാർത്ഥിക്കാറുള്ള കൃഷ്ണന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. കുന്നോളം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനുല പിടിപ്പിച്ച അവരുടെ കയ്യിൽ മെല്ലെ തലോടി. അവൾ മയക്കത്തിൽ ഒന്ന് ഞെരുങ്ങി. തിരികെ ചെന്നപ്പോഴും ഡോക്ടർ മുഖം തരുന്നില്ല. ആൾക്ക് നല്ല ദേഷ്യം കാണും. ചീത്ത പറഞ്ഞാലും തല്ലിയാലും കുഴപ്പമില്ല. ഇങ്ങനെ മുഖം വെട്ടിച്ച് മാറ്റുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. ഒരു നേഴ്സിനോട് എന്തോ സംസാരിച്ചു കൊണ്ടു നിന്ന ഡോക്ടറുടെ മുന്നിലേക്ക് നേരെ ചെന്നു നിന്നു. ഡോക്ടറെ, മൂളിയെങ്കിലും ആള് നേരെ നോക്കുന്നില്ല. സങ്കടം വന്നു. ഡോക്ടറെ, തെറ്റ് എന്റെയാണെന്നറിയാം. വഴക്ക് പറഞ്ഞോ, വേണേ തല്ലിക്കോ, എങ്കിലും മിണ്ടാതിരിക്കല്ലേ ഡോക്ടറെ, എനിക്ക് സഹിക്കത്തില്ല. പറഞ്ഞു വന്നപ്പോ വാക്കുകൾ പതറിപ്പോയി. കരച്ചിലൂടെ നെഞ്ചിലേക്ക് വീഴുമ്പോ നേഴ്സ് ഞങ്ങളെ തനിച്ചാക്കി അവിടെ നിന്ന് മാറിത്തന്നു. പാറൂട്ടിയെ, പോട്ടെ, സാരമില്ല. അറിയാതെ പറ്റിയതല്ലേ. പിള്ളേർക്കും അമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നേ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അല്പം ദേഷ്യം തോന്നിയേ. പോട്ടെ കേട്ടോ. ചീഫ് എടുത്ത് കണ്ണുകൾ തുടച്ചു തന്നുകൊണ്ടാ ഡോക്ടർ അത് പറഞ്ഞത്. തലയാട്ടിക്കൊണ്ട് ആ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് തന്നെ നിന്നു. പിറ്റേ ദിവസം കാലത്ത് TV-യിലും പത്രങ്ങളിലുമെല്ലാം ഒരേ വാർത്തയായിരുന്നു. സൈൻടെക് ഹോസ്പിറ്റലിന്റെ കീഴിൽ നടത്തുന്ന സ്നേഹാലയത്തെ തകർക്കാൻ റേഡിയന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ MD ചെറുകുന്നിൽ ഡോക്ടർ വിൻസെന്റ് ഫിലിപ്പും ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായ ആസ്തിനിയും ചേർന്ന് നടത്തിയ നിഗൂഢ നീക്കങ്ങൾ.
നേരത്തെ സൈൻടെക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഹാസിനി അവിടെ നിന്നും പിരിച്ചുവിട്ടതിന്റെ ദേഷ്യം തീർക്കാനാണ് ഡോക്ടർ ഹാസിനി വിൻസെന്റ് ഫിലിപ്പിനൊപ്പം ചേർന്നത്. സൈൻടെക് ഹോസ്പിറ്റലുമായി നേരത്തെ തന്നെ കിടമത്സരമുള്ള ഡോക്ടർ വിൻസെന്റ് ഫിലിപ്പ് ആ അവസരം മുതലെടുക്കുകയായിരുന്നു. ഡോക്ടർ ഹാസിനിയെ കസ്റ്റഡിയിൽ കിട്ടിയെങ്കിലും ഡോക്ടർ വിൻസെന്റ് ഫിലിപ്പ് ഒളിവിലാണ്. വിദേശത്തേക്ക് കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. പാലക്കാട് തറവാട്ടിലിരുന്ന വാർത്തകളും അഭിമുഖങ്ങളും ഒക്കെ കണ്ടത്. കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഐബിനും അവന്റെ ചേച്ചിക്കും കുലുക്കമില്ലായിരുന്നു. അപ്പച്ചന്റെ വഴിവിട്ടുള്ള സഞ്ചാരങ്ങൾക്ക് അവർ രണ്ടുപേരും അത്രത്തോളം എതിരായിരുന്നു എന്ന് അറിഞ്ഞത് അപ്പോഴാ. അതിലൊക്കെ അത്ഭുതം തോന്നിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ അവന്റെ അമ്മച്ചിയും പാലക്കാട്ടേക്ക് എത്തി എന്നറിഞ്ഞപ്പോഴാ. അമ്മച്ചിയെയും ഡോക്ടർ വിൻസെന്റ് ഉപദ്രവിക്കുകയായിരുന്നു അത്രേ. അങ്ങേര് ഒളിവിൽ പോയത് നന്നായി, ഇല്ല ഞാൻ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ എന്നാ ഐബിൻ പറഞ്ഞത്. എന്തായാലും കാര്യങ്ങളെല്ലാം നന്നായി തന്നെ തീർന്നു കിട്ടി. ഡോക്ടറും ഗോപിയച്ചനും ഇന്ന് ഉച്ച കഴിഞ്ഞ് എറണാകുളത്ത് നിന്നും പോരുകയുള്ളൂ. എല്ലാവരെയും ഉച്ചയോടുകൂടി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും എന്നാ അറിഞ്ഞത്. ശ്രീദേവിക്ക് മാത്രം ഒരു ദിവസം കൂടി കിടക്കേണ്ടി വരും. ഡോക്ടർ എത്താത്തത് കൊണ്ട് വലിയ ഉത്സാഹമൊന്നും തോന്നിയില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ നാളത്തെ കല്യാണത്തിന്റെ തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു. ഷംസുവും കൂട്ടരും ഇന്നലെ തൊട്ട് ഇവിടെയുണ്ട്. അയാളെ ഡോക്ടർ ബോഡി ഗാർഡാക്കും എന്നാ എനിക്ക് തോന്നുന്നേ. തിരക്ക് പിടിച്ചു നടക്കുന്ന പലരും സെറ്റിയിൽ കുത്തിയിരിക്കുന്ന എന്നെ കാണുമ്പോൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. മുക്കിയും മൂളിയും മറുപടി പറഞ്ഞു മടുത്തപ്പോ കസേരയിലേക്ക് ചടഞ്ഞുകൂടിയിരുന്ന് ഞാൻ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിച്ചു. ഹലോ പാറൂട്ടിയെ. ആ വിളി ചെവിയിലേക്ക് എത്തിയതും എവിടെയോ കളഞ്ഞു പോയിരുന്ന ഉത്സാഹം തിരികെ എത്തി. കുറെ നാളുകൾക്ക് ശേഷം പാലക്കാടുള്ള വീടിന്റെ പിൻവശത്തെ പുഴയോരത്തെ മണലിലിട്ടിരുന്ന ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. വീർത്ത വയറും വെച്ച് ചാരുകസേരയിൽ അങ്ങനെ ചാരിയിരിക്കാൻ നല്ല സുഖ. ഉച്ചമയങ്ങുന്ന സമയത്ത് പുഴയിൽ നിന്നും നല്ല തണുത്ത കാറ്റടിക്കും. ചൂടും തണുപ്പും ഇടകലർന്നെത്തുന്ന ആ കാറ്റേറ്റ് ആ നേരം ചാരുകസേരയിലിരുന്ന് കഥ എഴുതാൻ ഒരു പ്രത്യേക രസ. എഴുതി മരിക്കാൻ തോന്നും. ബിസിനസ്മാന്റെ കഥ എഴുതി തീർന്നതിന്റെ സന്തോഷത്തോടെ മടിയിലിരുന്ന റൈറ്റിംഗ് പാഡിലേക്ക് പേന വെച്ച് ഒന്നുകൂടി ചാരി ഇരിപ്പ് സുഖമാക്കി. ഇനിയൊന്നു മയങ്ങാം. പുഴയിൽ നിന്നുള്ള കാറ്റും ആസ്വദിച്ച് ഉറങ്ങിയിട്ടുണ്ടോ? നല്ല സുഖ. ചാരി ഇരുന്നപ്പോ വയറ്റിൽ കിടക്കുന്ന ആൾ ചെറുതായി ഒന്ന് തൊഴിച്ചു. ഇവളാ ബിസിനസ്സുകാരന്റെ മോള് തന്നെയാ കേട്ടോ. മോളാണെന്നത് ഡോക്ടറുടെ കണ്ടുപിടുത്ത. മോളേന്ന് വിളിക്കുമ്പോ അവൾ അകത്ത് കിടന്ന് അനങ്ങാറുണ്ടത്രേ. പേര് പോലും കണ്ടുപിടിച്ചിട്ടുണ്ട് ആള്. ആര്യാത്മിക. കൊള്ളല്ലേ? ഡോക്ടർ വിൻസെന്റും അമ്മച്ചിയും തമ്മിൽ ഡിവോഴ്സായി. ഹോസ്പിറ്റലിൽ ഐബിന്റെ ചേച്ചി ഏറ്റെടുത്തു. ഐബിൻ ഇപ്പോ അവിടെ ജൂനിയർ ഡോക്ടറാ. അനു MBBS ഫൈനൽ ഇയറും. ഐബിന്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ കുഞ്ഞിയുടെയും വിഷ്ണുവിന്റെയും വിവാഹം കഴിഞ്ഞിരുന്നു. അവളിപ്പോ ഇവിടെ തറവാടിൽ നിന്നുമാ പഠിക്കാൻ പോകുന്നേ. അക്കു നിമിഷേച്ചിക്ക് സ്വന്തം മകൻ തന്നെയാ. പക്ഷെ അവൻ ഏത് നേരം നോക്കിയാലും അമ്മമ്മയുടെയും മുത്തച്ഛന്റെയും കൂടെയിരിക്കും. അതിന്റെ ഒരു കൊച്ചു പരിഭവം ചേച്ചിക്കുണ്ട്. അമ്മാവനും അമ്മായും ഹാപ്പിയായി വീട്ടുകാര്യങ്ങൾ നോക്കി നടക്കുന്നു. വിഷ്ണു അന്നേ പുതിയ തരം ഏതോ ഒരു നെല്ലിനം വികസിപ്പിക്കാനുള്ള തിരക്കിലാ. അച്ഛൻ ഇപ്പോ എന്റെ കൂടെ ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ. ഡോക്ടർ മിക്ക ദിവസങ്ങളിലും ഷട്ടിലടിയാ, എറണാകുളം ടു പാലക്കാട് ആൻഡ് ബാക്ക്. ഡ്രൈവിംഗ് ആൾക്കൊരു ഹരമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മയും ഗോപിയച്ചനും ആഴ്ചയിലൊരിക്കൽ വരും. പ്രസവം എറണാകുളത്ത് തന്നെ മതി എന്ന ഗോപിയച്ചനും ഡോക്ടറും പറഞ്ഞിരിക്കുന്നേ. പക്ഷെ അമ്മമ്മയും മുത്തച്ഛനും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നല്ല ഹോസ്പിറ്റൽ ഇവിടെയില്ല എന്നാ അവരുടെ ചോദ്യം. കുഞ്ഞ് ജനിച്ച ഉടനെ അവർക്കും കാണണോ അത്രേ. എന്തായാലും അവരുടെ ഇടയിൽ ചെന്ന് ചാടാൻ എനിക്ക് വയ്യ. എന്താന്ന് വെച്ചാ അവര് തമ്മിൽ അടിയുണ്ടാക്കി തീരുമാനിക്കട്ടെ. ശ്രീദേവി MBBSന് ചേർന്ന് കേട്ടോ. അവൾ മിടുക്കിയായി പഠിക്കുന്നുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം ഒരു ഗുണം കിട്ടിയത് എന്താന്ന് വെച്ചാ ഡോക്ടർ എന്നോട് പണിയൊക്കെ കൊള്ളാം, ഇനി മുതൽ മോള് വീട്ടിലിരുന്നാ മതി എന്ന് പറഞ്ഞു. ആദ്യം ഞാനൊന്ന് ഉടക്കിയെങ്കിലും ശമ്പളം കൃത്യമായി തരാന്ന് പറഞ്ഞപ്പോ പിന്നെ പോട്ടേന്ന് വെച്ചു. അല്ലേലും ശമ്പളം കിട്ടാനാണല്ലോ ഈ പാടൊക്കെ പെടുന്നേ. ജോലിയില്ലാതെ ശമ്പളം തരുമെന്ന് ചോദിച്ചപ്പോ ബഷീറിന്റെ പ്രേമലേഖനത്തിൽ കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞ മറുപടിയാ കിട്ടിയേ. ഞാൻ പാറൂട്ടിയെ ഗാഠമായി സ്നേഹിക്കുന്നത് പോലെ പാറൂട്ടി എന്നെയും ഗാഠമായി തന്നെ സ്നേഹിക്കുക എന്നതാ ഞാൻ പാറൂട്ടിക്ക് കണ്ടുവച്ചിരിക്കുന്ന മഹത്തായ ജോലിയെന്ന്. ചുമ്മാ ഒന്ന് സ്നേഹിച്ചു കൊടുത്താ ശമ്പളവും കിട്ടും, സൗകര്യം പോലെ ഇരുന്ന് എഴുതുകയും ചെയ്യാം.
ഇതിപ്പോ ലാഭമല്ലോ അല്ലേ? അല്ലേലും നമ്മുടെ ഡോക്ടർ മുത്തല്ലേ, സോറി, നമ്മുടെ അല്ല, എൻ്റെ ഡോക്ടർ. അങ്ങനെ ഇപ്പോ ഡോക്ടറെ ഏൽപ്പിച്ച ആ ജോലി മാത്രം ചെയ്ത് സുഖമായിട്ടിരിക്കുന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ സ്നേഹാലയത്തിൽ പോയിരിക്കും കേട്ടോ. എനിക്ക് മാത്രമല്ല, അവിടെയുള്ളവർക്കും അതൊരു സന്തോഷ. ഇപ്പൊ ഇവളെ വയറ്റിലായതിൽ പിന്നെയാ യാത്ര കുറച്ചത്. പിന്നെ വേറൊരു വിശേഷം പറയാനുള്ളത്, നമ്മുടെ ധനുഷ് ജോലി രാജിവെച്ചു. അവനിപ്പോ 2-3 സിനിമകളിൽ പാടാൻ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചെക്കൻ ഇതോടെ പച്ച പിടിക്കുമെന്ന് തോന്നുന്നു. ആദ്യത്തെ സിനിമയിൽ കൂടെ പാടിയ പിന്നണി ഗായിക റോസിലിനെ പറ്റി പറയുമ്പോൾ അവന് 100 നാവാ. ചെക്കൻ്റെ ചാട്ടം കണ്ടിട്ട് അത് സെറ്റാവുമെന്ന് തോന്നുന്നു. വയറ്റിനുള്ളിൽ നിന്നും അച്ഛൻ്റെ മോള് വീണ്ടും ഇളകുന്നുണ്ട്. അവൾക്കും ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറക്കം നിർബന്ധമാണേ. അതുകൊണ്ട് ഞങ്ങളിനി കുറച്ചു നേരം ഒന്ന് മയങ്ങട്ടെ കേട്ടോ. ചാരുകസേരയിലേക്ക് തല ചായ്ച്ച് കണ്ണുകൾ മെല്ലെ അടയ്ക്കുമ്പോൾ പതിവ് പോലെ സഹ്യന്റെ കൈകൾ കാറ്റായി തലോടുന്നുണ്ടായിരുന്നു. അന്നൊരു മനോഹരമായ സായാഹ്നമായിരുന്നു. US നിന്നും വരുന്ന ഫ്ലൈറ്റ് കാത്തു നിൽക്കുക ഡോക്ടറോടൊപ്പം. ആര്യാത്മിക അച്ഛൻ്റെ തോളിൽ കയറി തൻ്റെ ഉണ്ടക്കണ്ണുകളും ചിമ്മി ഇരിപ്പുണ്ട്. അച്ഛനെ കിട്ടിയ പിന്നെ അവൾക്ക് വേറെ ആരും വേണ്ട. അതുപോലെ തന്നെ അവൾക്ക് പ്രിയപ്പെട്ടവരാ അവളുടെ ആൻറ്റിയും ചിറ്റയും. നമ്മുടെ സ്ഥാനം അത് കഴിഞ്ഞേ ഉള്ളൂ. അവൾക്ക് എൻ്റെ രൂപമാ കിട്ടിയിരിക്കുന്നതിലും കണ്ണുകൾ അച്ഛൻ്റെ തന്നെയാ. അതേ തിളക്കമുണ്ട് ആ കണ്ണുകൾക്ക്. അന്നത്തെ ഫ്ലൈറ്റിൽ വരുന്ന അവളുടെ ആൻറ്റിയെ നോക്കിയ ആ ഇരിപ്പ്. ഐബിനും അനുവും അവൻ്റെ ചേച്ചിയും ഹസ്ബൻഡും വരുന്നുണ്ട്. അവിടെ അവർക്ക് എന്തോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയതായിരുന്നു അവർ. അല്പസമയത്തിനുള്ളിൽ അറൈവൽ ലോഞ്ചിൽ നിന്നും പുറത്തേക്ക് വന്ന അനുവിനെ കണ്ടതും ആരൂട്ടി അച്ഛൻ്റെ തോളിൽ നിന്നും ഇറങ്ങി അവളുടെ നേരെ ഓടി. അവൾക്കൊപ്പം ഐബിനും അവർക്ക് പിന്നാലെ അവൻ്റെ ചേച്ചിയും ഹസ്ബൻഡും നടന്നു വരുന്നുണ്ട്. ഓടിച്ചെന്ന് അവളെ എടുത്തുകൊണ്ട് അനു അടുത്തേക്ക് വന്നു. അവർക്ക് പിന്നാലെ ഒരു ട്രോളിയും മുന്തിക്കൊണ്ടുവരുന്ന ആളെ കണ്ടപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞിരുന്നു. നമ്മുടെ ധനുഷല്ലേ അത്? അതെ. അവനെ ഇപ്പോ കണ്ട പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. മുടിയും താടിയും ഒക്കെ നീട്ടി ഒരു പക്ക പാട്ടുകാരന്റെ സ്റ്റൈലിലാണ്. കൂടെ അവന്റെ ഭാര്യ ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, അന്ന് പറഞ്ഞ ആ പിന്നണി ഗായിക റോസലിൻ തന്നെയാള്. അടുത്തേക്ക് ചെന്ന് അവനെ ഹഗ് ചെയ്തപ്പോ പിന്നിൽ നിന്നും ഡോക്ടറും അനിയത്തിയും കൂടി എന്തൊക്കെയോ കുശുകുശുക്കുന്നുണ്ട്. അല്പനേരം എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം നാളത്തെ ഫംഗ്ഷന് കാണാമെന്നും പറഞ്ഞ് ധനുഷും റോസലിനും യാത്ര പറഞ്ഞിറങ്ങി. കാറിലേക്ക് കയറും മുന്നേ ഡോക്ടറോട് ചോദിച്ചു, ചേട്ടനും അനിയത്തിയും കൂടി എന്തോ കുശുമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ പറയാതെ, നീ എന്തിനവനെ പോയി കെട്ടിപ്പിടിച്ചേ? ആ മുഖം വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. എയർപോർട്ടായിപ്പോയി, ഇല്ലേ പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. അയ്യേ, ഇങ്ങനെയുണ്ട് ഒരു കുശുമ്പ്? അതേടി, നിന്റെ കാര്യത്തിലേ ഇത്തിരി കുശുമ്പ് തന്നെയാ എനിക്ക്. ആണോ? എന്നാലേ വീട്ടിൽ ചെല്ലട്ടെ, കുശുമ്പ് മാറ്റി തരാട്ടോ. സത്യം? ആ മുഖത്തെ തെളിച്ചം കാണണം. എന്താ ചെക്കൻ്റെ ചേല്? അതേ എന്ന് തലയാട്ടിയതും ആള് ചാടി കാറിൽ കയറി. അനുവും ഐബിനും കൂടി ഡിക്കിയിലേക്ക് ലഗേജുകൾ എടുത്ത് വെക്കുക. അവന്റെ ചേച്ചിക്കും ഭർത്താവിനും പോകാൻ വേറെ കാറ് വന്നിട്ടുണ്ട്. എപ്പോഴാ നാളത്തെ ഫംഗ്ഷൻ? കാറിലേക്ക് കയറിയ ഉടനെ അനു ചോദിച്ചു. നാളെ വൈകിട്ട് 4 മണിക്ക്. നമുക്ക് പക്ഷേ നേരത്തെ തന്നെ ഹാളിലെത്തണം. വണ്ടി എടുക്കുന്നതിനിടയിൽ ഡോക്ടർ മറുപടി നൽകി. ഐബിന്റെയും അനുവിന്റെയും നടുവിലിരിക്കുകയായിരുന്ന ആരൂട്ടി സീറ്റിൽ എഴുന്നേറ്റ് മുന്നിലിരിക്കുകയായിരുന്ന ഡോക്ടറുടെയും എന്റെയും തോളുകളിൽ പിടിച്ചു നിന്നു. കാറിൽ പോകുമ്പോൾ പിന്നിൽ കയറി അങ്ങനെ നിൽക്കുന്നത് അവൾക്ക് പതിവുള്ളതാ. അക്കൊല്ലം എഴുതിയ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചതിന്റെ അനുമോദന ചടങ്ങായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നത്. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളും സാഹിത്യകാരന്മാരും പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം മറുപടി പ്രസംഗത്തിനായി എഴുന്നേൽക്കുമ്പോൾ മുൻനിരയിൽ തന്നെ ഡോക്ടറും മടിയിൽ ആരൂട്ടിയും ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്തായി ധനുഷും റോസലിനും ഇരിപ്പുണ്ട്. ഇപ്പുറത്തായി അമ്മയും ഗോപിയച്ഛനും, അതിന് തൊട്ടടുത്തായി അച്ഛനും വിഷ്ണുവും കുഞ്ഞിയും പ്രസാദേട്ടനും നിമിഷേച്ചിയും അമ്മാവനും അമ്മായിയും ഒക്കെയുണ്ട്. അക്കു ചേച്ചിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കസേരയിലിരുന്ന് ആരൂട്ടിയെ നോക്കി എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. അവര് രണ്ടുപേരും അത്രയ്ക്ക് അടുപ്പാ.
അവരെ എല്ലാം നോക്കി ചിരിച്ചുകൊണ്ടാ മറുപടി പ്രസംഗം തുടങ്ങിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിനർഹമായ ആ നോവലിനെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. നോവലിലെ പ്രധാന കഥാപാത്രമായ പള്ളി സെമിത്തേരിയിലെ കുഴിവെട്ടുകാരനായിരുന്ന വറീദ് മാപ്പിളയുടെ കാഴ്ചപ്പാടുകളും മരണത്തിന്റെ കൈപിടിച്ച് ജീവിതത്തിന്റെ അവസാന യാത്രയിലേക്ക് എത്തിയവർക്കൊപ്പം കാണാറുള്ള ബന്ധുക്കളുടെ വികാരങ്ങളും പ്രകടനങ്ങളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അല്പം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നി. മുൻനിരയിലിരിക്കുന്ന ഡോക്ടറെ നോക്കി. ആളങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് തലയുമാട്ടിയിരിപ്പുണ്ട്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പറയും പോലെ ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ടാകും. പലപ്പോഴും ആരും പറയാത്തവരായിരിക്കും അവർ, ചിലപ്പോഴൊക്കെ ആരും ശ്രദ്ധിക്കാത്തവർ. ഈ അവസരത്തിൽ പറയാനുള്ളത് അത്തരത്തിൽ എനിക്ക് സപ്പോർട്ട് നൽകിയ ആളെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, എൻ്റെ ജീവന്റെ തന്നെ ഭാഗമായ, എൻ്റെ ഭാഗ്യമായ എൻ്റെ ഡോക്ടർ, എൻ്റെ കണ്ണേട്ടൻ. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ആ തിരക്കുകൾ ഒട്ടൊന്നൊഴിയുന്ന രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എഴുതാനിരിക്കുമ്പോൾ എന്നെ നോക്കി ഉറങ്ങാതെ കിടക്കുന്ന ഡോക്ടറുടെ കണ്ണുകളിൽ ഞാൻ കണ്ട സ്നേഹവും കരുതലുമാണ് ഇന്നെന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ അവാർഡ് ഞാൻ എൻ്റെ ഡോക്ടർക്കായി സമർപ്പിക്കുന്നു. നേരിയ നനവ് പടർന്ന കൺപീലികൾക്കിടയിലൂടെ ഡോക്ടറെ നോക്കി. ആ മുഖത്ത് അപ്പോഴും നിറഞ്ഞ ചിരിയ. അവിടെ നിന്നും അത് എന്നിലേക്കും മെല്ലെ പടർന്നു കയറി. നീണ്ടു നിന്ന കരഘോഷങ്ങൾക്കിടയിൽ ഡോക്ടറുടെ മടിയിൽ നിന്നും ഇറങ്ങി സ്റ്റേജിലേക്ക് ഓടിക്കയറുന്ന ആരൂട്ടിയെ എടുക്കുവാനായി ഞാൻ കൈകൾ നീട്ടി നിന്നു. ശുഭം. ഒരു സ്ത്രീയുടെ കണ്ണുകളിലൂടെ ഒരു പുരുഷനെ കുറിച്ച് എഴുതാനുള്ള ചെറിയൊരു ശ്രമമായിരുന്നു ബിസിനസ്മാൻ. ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ റിവ്യൂ നൽകി ഒരു ചെറിയ അഭിപ്രായമെങ്കിലും പറയണേ. വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മുടെ പുതിയ കഥ താളം തുടങ്ങുകയാണ്. ചെറുവാണിയൂർ എന്ന ഗ്രാമത്തിലെ 3 പെൺകുട്ടികളുടെ സൗഹൃദങ്ങളുടെയും അവരുടെ പ്രണയങ്ങളുടെയും കഥ താളം. അതോടൊപ്പം തന്നെ 3 വശവും പുഴകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ സ്നേഹത്തിന്റെ കഥ താളം. തിങ്കളാഴ്ച മുതൽ പ്രതീക്ഷിക്കുക.